ഇന്ന് ഫുള്ള് ജാമ്പ. അത് റൈഡേഴ്സിനുള്ള ഒരു പ്രത്യേകതയാണ്. 1 കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട്, അത് ആസ്വദിച്ചാലോ ഈ ചൂടത്ത്. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ഗ്രാമിന്റെ കൂടെ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഹലോ ഗൈസ്, നമ്മൾ കുട്ടക്കാട്ടുകൂട വാട്ടർഫോളിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. വാട്ടർഫോളിൽ കാണാൻ വന്നാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്താണ്. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്തേക്ക് അവിടെയാണ് ക്യാഷ് വേണം. ഗൂഗിൾ പേ പറ്റൂല, കാർഡ് പറ്റൂല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ലോക്കായിട്ടുണ്ട്. ക്യാഷ് അല്ല, കാർഡും ഗൂഗിൾ പേയും മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, ചെറുതായിട്ട് പണി കുടുങ്ങിയിരിക്കുന്നെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട്. ഇവിടെ ആക്സസറീസിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതാ ഇവിടാണ് എൻട്രി വരുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇന്ത്യൻസിനാണ് 25, ഫോറിൻസിനാണെങ്കിൽ 110. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. എല്ലാവരും വായിച്ചു നോക്കി സെറ്റാക്കിയിട്ട് വരിക. നമ്മുടെ ഉദാരപതിയായ ജാസ്ക. വെള്ളമല്ലോ അല്ലേ ജോലി. കയറാം, അല്ലാത്തവർക്ക് എവിടെ ഇരുന്ന് നല്ലത്. ഒരു കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട്, അത് ആസ്വദിച്ചാലോ ഈ ചൂടത്ത്. മഴ അല്ലേ, മൺസൂൺ റൈഡിന് ട്രെക്ക് ചെയ്യാൻ വന്നതാ. 1 കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട്. ഈ ചൂടത്ത് നമുക്ക് അതൊന്ന് ആസ്വദിച്ചാലോ എന്ന് അറിയിക്കണം. പിന്നെ ഇവിടെ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാനൊക്കെ പറ്റിട്ടോ. അത്യാവശ്യം ജഗമര കയറി ഇരുന്ന് കഴിക്കണ്ട്. 2 റെസ്റ്റോറൻറ്റ് ഉണ്ട്. 2 അല്ല 3 4 എണ്ണം ഉണ്ട്. എന്നെ പരിചയമുണ്ടോ ആർക്കെങ്കിലും? റെസ്റ്റോറൻ്റ് ഉണ്ട്. ചില്ലറ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. തുഷാരഗിരിക്കോ? തുഷാരഗിരി വൈകുന്നേരം 4 മണിയാകുമ്പോൾ പൂട്ടു, എനിക്കറിയാലോ. ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. ഓൻ പറഞ്ഞ ഇഡൻ സ്പോട്ടിലേക്ക് പോവാണ് അല്ലേ? അടക്കേ ഇതെന്ത് സംഭവം? ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? എണങ്ങി വാടോ. ഇഡൻ സ്പോട്ട് ഉണ്ട്, വാ. ഇഡൻ സ്പോട്ട് വാ, രസമല്ലെങ്കിൽ കേട്ടില്ലല്ലോ. സാനിറ്റൈസർ ഉണ്ട്, എടുത്തൊന്ന്. കടി കുറച്ച് പോയാലും കടി കൊള്ളുന്നതാ. അങ്ങനെ ഞങ്ങൾ ഇഡൻ സ്പോട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇഡൻ സ്പോട്ട് ആയിക്കോട്ടെ. അതാ എല്ലാവരും ഉണ്ട്. ഞങ്ങളിങ്ങനെ നടക്കാണ്. സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ എവിടെ പോയാലും നമുക്ക് ഇടക്കിടക്ക് ചാമ്പ് കിട്ടും. ഇന്ന് ഫുള്ള് ചാമ്പാ അതൊന്നല്ല. അതിനോണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് വലിയ എമൗണ്ട് ഓഫ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിന്റെ മുകളിൽ കയറി ഒലിക്കുന്ന വെള്ളം കാണുന്ന നല്ല ഒലിച്ചിറങ്ങ്. ഇഡൻ സ്പോട്ട് ഉണ്ടല്ലോ അതിന്. അപ്പോൾ വലിയ പൈസ കൊടുത്ത് അതിന്റെ മുകളിൽ ടിക്കറ്റ് എടുത്ത് കയറുന്നതിനെക്കാട്ടി നേക്ക് നമുക്ക് ഇവിടെ ഏതോ ഒരു സ്പോട്ട് ഉണ്ട്, നമ്മളെ പോയി നോക്കാം. അതാ എന്റെ പേരാണ് ആകാശ്. വേറെ എന്താ പറയാനുള്ളത്? ഞങ്ങള് ഒരു ഇഡൻ സ്പോട്ടിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടുപിടിച്ച് ഞങ്ങളൊരു ഇഡൻ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെള്ളം ഉണ്ടോന്നാണോടാ? ഇഡൻ സ്പോട്ട് ഇതാ ഓനാട്ടോ പറഞ്ഞേ. ഇവിടെ ഇതോ എന്താടാ കുളിക്കാനുള്ള വെള്ളം. ആരും നനയ്ക്കരുത്, അള്ള വെള്ളം കൊണ്ട് തീർന്നു. ഇവനാ പറഞ്ഞ ഇഡൻ സ്പോട്ട്. എടാ ആ വെള്ളമാണ് ഈ ഒലിച്ചിറങ്ങി വരുന്നേ. ഇതാണ് വെള്ളത്തടത്ത് കാണാനുള്ള വെള്ളം. പിള്ളേർ മോളെ
മിതമായി ഉപയോഗിക്കാം. മിതമായിട്ട് ഉപയോഗിക്കാം. എവിടെ എടി ഇതിനെക്കാട്ടും തോന്നുള്ള നമ്മളെ നാട്ടിലുണ്ടായിരുന്നല്ലോ. ഇത് മറ്റേതാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് മുങ്ങി വരുന്ന സാധ്യത. നീ കണ്ടോ ഹിഡൻ സ്പോട്ട് വെള്ളം? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ വെള്ളം ഉണ്ടാവില്ല. ഇത് ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ വെള്ളം കൂടുതലാണ്, ശ്രദ്ധിക്കണം. വെള്ളം എവിടെ വെള്ളം കുറച്ച് കൂടുതലാണ്. എന്തായാലും അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയി. ഇവന്നെ ഇതാക്കാനായിട്ട് നടക്കാട്ടോ, അങ്ങനെ ഞാൻ പിടിക്കും. പാടോ മതി. ഇത് ചാടണെങ്കി ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഒലിച്ചിറങ്ങിയായിരുന്ന വെള്ളം. എടുത്തു ഞാൻ മുന്നെടുത്തിട്ടുണ്ട് 2 മാസം മുന്നത്തെ സ്റ്റോറി ഇടാം. കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. എവിടെ? 2 മാസം മുന്നത്തെ വെള്ളം. പത്ര ഉണ്ടാവില്ല. ഞങ്ങള് കോഴിക്കോടുന്ന് മറ്റെന്താ എന്ത് കാണാൻ വന്നതാ? എന്തോ പറഞ്ഞാണ്ട് കൂട്ടി കൊണ്ടുവന്നാ. വാട്ടർഫോൾസ് കാണാൻ കൊണ്ടുവന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോ ഇതാ ഇതിനെക്കാട്ടും നല്ല പറമ്പ് എന്റെ നാട്ടിലുണ്ട്. ഞാനും അതാ പറയണേ. 350 കിലോമീറ്റർ ഓടി വന്നതാണ്. ആവുന്നില്ല, ക്ഷീണാണ്. കളിക്കണോ? കൂട്ടോ? എന്താ ഓ മണേ ഫുൾ ടാങ്ക് അടിച്ചോ വേണ്ടി. എന്തായാലും ഇത്ര വന്നല്ലേ ഒരു 300-400 റുപ്യ വ്യത്യാസം. തമിഴ്നാടാ 100 എവിടെ? മായിലോ? ഇവിടെ എത്ര? 114 15 118 എവിടാ? 119 5 റുപ്യ കൂടുതലാ. ഇന്റെ മോനെ ഇഞ്ചാതി വെള്ളം എന്നാ കുത്തി ഒലിക്കണേ. നീ എണ്ണ സ്പോട്ട് ഏതാ? അതെ, നീ കണ്ടില്ല? പിന്നെ കുത്തി ഒലിക്കാണേ. ഒലിച്ചു പോകുന്ന പേടി. ആ ചെറുതിറങ്ങിയ മുട്ടുക്കുള്ള വെള്ളം, ആ വെള്ളമാണ് അവിടെ നിന്ന് ചാടി അല്ല ആ വെള്ളമാണ് അവിടെ നിന്ന് ചാടി ഒലിച്ചു വരുന്ന വെള്ളം. ഇത് ഇനി ആലോചിച്ച് നോക്കണം. ഇന്നെ പറഞ്ഞിനി എന്നപ്പം നമ്മള് ഓൾറെഡി ഇവിടെ പരിപാടിയൊക്കെ ഫ്ലോപ്പാണ്. പിന്നെ നമ്മൾ ഹിഡൻ സ്പോട്ട് കണ്ട് അതും ഫ്ലോപ്പാണ്. എന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പരിപാടി അടിക്കും. ഉണ്ണിയപ്പം സ്പോട്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. നമ്മൾ പോയി നോക്കാം. പിന്നെ ഇവിടെ പോയല്ല, പക്ഷെ മുടിഞ്ഞ വെയിലാണ്. മൺസൂണിൻ്റെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ മൺസൂണിൻ്റെ മഴ കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, മൺസൂൺ മഴ ഞങ്ങൾ എവിടെ നിന്നും കിട്ടിയില്ല. ഒരു ഞാറ്റൽ എവിടെ നിന്നൊന്നും കിട്ടിയെന്നല്ലാണ്ട് പെരുംചൂടാണ്. ഭയങ്കര ഈ ഇതൊക്കെ ഇട്ട് നടക്കാന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് മെനക്കെട്ടുള്ള കാര്യമാണ്. കയ്യോ കുറെ കളർ മാറി, ഗ്ലൗസ് ഇടായിട്ട് നമ്മള് ലൈനപ്പ് ആക്കിന് വണ്ടി. എല്ലാത്തിൻ്റെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറഞ്ഞാൽ ഇനി നേരെ ഉണ്ണിയപ്പ സ്പോട്ടിലേക്കാണ് അല്ലേ? അതെ, ഉണ്ണിയപ്പ സ്പോട്ടിലേക്കാണ്. നല്ല എക്സ്പീരിയൻസ്. നമ്മള് എന്നും ഇങ്ങനെ പോയാല് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചാമ്പ് നമുക്ക് എപ്പോഴും ചാമ്പ് കിട്ടും. മൺസൂൺ റൈഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. മൺസൂണിന്റെ റൈഡ് എല്ലാം ഒന്നും ഇങ്ങോട്ട് പോവാണ്. ചോദിക്കാണ്ടോ?
ചായ അടിച്ചിക്കണ്. പിന്നെ വളരെ നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഒരു വിഷമം മാത്രം. ബാക്കിയെല്ലാം ഓക്കെയാണ്. അതെ, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സെറ്റ്. ഇത് ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ഗ്രാമിന്റെ കൂടെ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയൊരു ടീമിന്റെ പുതിയൊരു ഗ്രൂപ്പിന്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റിയ നല്ല സന്തോഷം. നല്ല ടീം. ഓക്കെ ഓക്കെ. നമ്മള് അവിടുന്ന് തിരിച്ച് ഇനി റിട്ടേൺ പോവാണ്. അപ്പോൾ എല്ലാവരും ബാക്കിൽ ലൈനപ്പ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ടീം കുറച്ച് ടീം മുന്നേ പോയിക്കാണ്. ചെറിയ റോഡാണ്. നമുക്ക് പോകാനുള്ളൊരു സ്പേസ്, ഒരു കാറൊക്കെ മുന്നിൽ പോയാൽ നമുക്ക് പോകാൻ ഭയങ്കര സ്പേസ് ബുദ്ധിമുട്ടാണ്. പിന്നെ ഓൾറെഡി നമ്മൾ കുറച്ച് വണ്ടി കൂടുതലുണ്ട്, അപ്പം അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. എനിക്ക് വ്ളോഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അശ്വിനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കിടക്കാൻ പോവാണ്. അവസാനത്തെ അങ്ങാടിയാണ് ഇത്. അങ്ങനെ നമ്മൾ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ഫോറസ്റ്റിലേക്ക് എൻട്രി ആവുകയാണ്. എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട്. ഞാനും അശ്വിനും കുറച്ച് ഫ്രണ്ടിൽ വീഡിയോസൊക്കെ എടുക്കാൻ പോവുകയാണ്. ഏതോ കാലമുള്ള റോഡാണ് ഇത്. റോഡ് ഇതുവരെ ആയിട്ട് നന്നാക്കിയിട്ടില്ല. അതിൽക്ക ടീമായിട്ട് ലൈനപ്പായിട്ട് ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒന്നും വണ്ടി നിർത്താനോ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനോ പാടില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരത്തിന് ശേഷം ഉണ്ണിയപ്പ കടയിലെത്തിയിട്ടുണ്ട്. ഇത് പിന്നെ റോഷന്റെ പുതിയ മോഡിഫൈഡ് സ്പീഡ് 400 ഉണ്ട്. അപ്പം ഒരു ഊതിക്ക് എടുത്ത് ഓടിച്ചു നോക്കുകയാണ്. കട അടിച്ചേ, നമുക്കുള്ള സാധനം കിട്ടി ഇല്ലേ? എന്റെ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഉണ്ണിയപ്പല്ലോ നെയ്യപ്പത്തിന്റെ വെളുപ്പുണ്ട്. ചേട്ടൻ്റെ ഉണ്ണിയപ്പ കട ചൂട് കിട്ടില്ല, കിട്ടല്ല. ഒന്ന് കുത്തി കയറ്റി നോക്കൂ. എന്താ കണ പട്ടിയല്ലേ ഉള്ളൂ. ഓന്റെ നിറച്ച് കഷ്ണുണ്ടാവാ. ഓനെ പിടിച്ചോ അച്ഛനെ പട്ടി. കൊടുക്ക് നമ്മൾ കഴിഞ്ഞ് പാളി. ഞങ്ങള് ഉണ്ണിയപ്പം കഴിച്ച് രസമുണ്ട്. ഉണ്ണിയപ്പത്തിന് നെയ്യപ്പത്തിന് എളുപ്പമുണ്ട്. പാവം നോക്കിപ്പോയി. വേഗം കൂടെ ഇപ്പൊ വിട്ടുകൊടുക്ക്. മറ്റേ തിന്നുന്നതിന് രണ്ടെണ്ണം ഒപ്പരട്ടുണ്ട്. ഒന്ന് തിന്നിട്ട് മറ്റേ തിന്നാൻ പറ്റൂ. പിന്നെ എന്റേതായ ഇതില്ല, ഒന്നും പോരാ. അല്ല കടിക്കടിക്കത്തില്ലേ? ഉണ്ണിയപ്പം എങ്ങനെയുണ്ട്? ഉണ്ണിയപ്പം കൊള്ളാം. പ്ലേസോ പ്ലേസോ പ്ലേസ് ഇത് നമ്മളെ സ്പോട്ടാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് തിരിക്കല്ലേ? 2 മാസം കൂടുമ്പോൾ 2 വട്ടമെങ്കിലും ഇതിനെ വരലുണ്ട്. അതാണ് 2 മാസത്തിൽ 2 വട്ടം. ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇല്ല, ഇവിടെ ഉണ്ണിയപ്പം കഴിച്ചില്ല. ഇല്ല, ഫസ്റ്റ് ടൈം. നിങ്ങളോ? ഫസ്റ്റ് ടൈം അല്ല. അല്ല, ഇങ്ങനെ ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട്? ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരോടും ചോദിക്കും, എന്തെങ്കിലും വേണ്ടേ? പായിസ്ക ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞിട്ട് പോയാ മതി. ഉണ്ണിയപ്പം അടിപൊളി. ചായയും കൂടി വേണമായിരുന്നു. ചായ എന്താക്കാനാ?
നേരെ വൈകി വന്നേ. അടുത്ത പ്രാവശ്യം ഫുള്ള് സെറ്റപ്പിൽ വരാം. ഇവിടെ തീ വിട്ടാ അടുപ്പായിട്ട് വരണം അടുത്ത പ്രാവശ്യം. അടുപ്പായിട്ട് സെറ്റ് ആകാം. അതുകൊണ്ട് ജീപ്പ് എടുത്ത അടുത്ത പ്രാവശ്യം എന്റെ ജീപ്പിൽ വിറക്കും. ഇതിന്റെ ചാർജ് തീരല്ല. ഇതിങ്ങനെ തീരുന്നതനുസരിച്ച് നമ്മളിങ്ങനെ റീഫിൽ ചെയ്ത് തുടങ്ങും. അതാണ് ഇതിന്റെ ഒരു. ഞാൻ അവിടുന്ന് ഫുൾ ചാർജ് ചെയ്ത് അല്ല ഞാൻ ഫുൾ ചാർജ് ആക്കിയിട്ടാ പോകുന്നത്. ഇതോടെ നമ്മളെ ഫൈസ്ഖാന വണ്ടി. ഓ ഞാൻ വിചാരിച്ചിട്ടല്ലോ ഇടാ. ഇത് പിന്നെ ഇവിടെ വന്ന് ഇടക്കിടക്ക് ഉണ്ണിയപ്പം തിന്നുന്ന പോലെ. തിരുനെല്ലി അമ്പലത്തില് കൊല്ലത്തില് 3 പ്രാവശ്യം ചക്ക പഠിക്കാൻ പോയി ചക്ക തീർന്നു പറഞ്ഞ മാതിരി ഉണ്ണിയപ്പം പഠിക്കാൻ ഉണ്ണിയപ്പം തീർന്നു പോയി. ഉണ്ണിയപ്പം പോണോ ഇതില് ചായല്ല എന്റെ ഉണ്ണിയപ്പം പഠിക്കാൻ വന്നതാ. അപ്പൊ ഇന്നത്തെ റൈഡ് എപ്പോഴും നമുക്ക് അങ്ങനെയാണേ പെർഫെക്റ്റ് കിട്ടൂല. ഇടക്കിടക്ക് ഇങ്ങനെ ചാമ്പിട്ടിയാലേ രസം അല്ലേ. പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അതാണ് രസം. അതാണ് രസം. ടപ്പേ പരിപാടി. അല്ലെങ്കിൽ ഇത് ഇതില്ല പൊട്ടി പൊളിഞ്ഞ വണ്ടിയിട്ട് ഞാൻ വന്നു. ഇന്ന് വെക്കാൻ ഞാൻ തന്നെ മതി, വേറൊരാൾ ആവശ്യമില്ല. അത് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഉണ്ണിയപ്പം കട കൂട്ടിപ്പോയി നമ്മളെ ആൾക്കാർ ഉണ്ണിയപ്പം കച്ചവടം ചെയ്യും. തോനെ വാങ്ങിയിട്ട് പകുതിക്ക് കൊടുക്കുക. അല്ല ഫുള്ള് വിലക്കന്നെ കൊടുക്കുന്നത്. ഉണ്ണിയപ്പം കഴിക്കാൻ വന്ന ടീമാണ്. പക്ഷെ അവർക്ക് ഉണ്ണിയപ്പം കിട്ടിയില്ല. ഇവിടെ കട പൂട്ടിട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മറ്റെന്താ വാങ്ങി സെറ്റാക്കി പോകുന്നതാ. എന്നപ്പോൾ വാങ്ങി ഇവിടെ വെച്ച് അപ്പുറത്തെ കടയിൽ കൊടുത്ത്. അതിനുകൊണ്ട് ഞങ്ങൾ ഉണ്ണിയപ്പം കിട്ടി. അല്ലേ കിട്ടൂലേ. ഇവിടെ മറച്ച് വെക്കുന്നുണ്ട് ഗൈസ്. വീട്ടൊരു കട ഉണ്ട്. അത്യാവശ്യം സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ചെറിയ കൊട്ട വട്ടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് വേണേൽ വാങ്ങാം. മോനെ ചുവിനെ ഞാൻ കുടിച്ചൊരു തുള്ളിയോളം കൊണ്ട കുടിച്ചതിന് ശേഷം എത്ര എണ്ണം പോയി അങ്ങോട്ട് കൊടു എല്ലാവർക്കും കൂടി കൈക്കട്ടായിട്ടുള്ളവർ. അപ്പം നമ്മൾ ഈ റൂട്ടിനല്ലേ പോണേ. ഇനിതാ ഇവിടെ നാട്ടിൽ സ്ട്രെയിറ്റ് പിടിച്ച് നമ്മൾ ഹൈവേ കയറും. അവിടെ നിന്ന് പിന്നെ റൈറ്റ് പിടിച്ചാൽ നേരെ നാട്ടിലേക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിനി എത്ര ചാമ്പ് കിട്ടിയാലും നമ്മൾ തടയില്ല. വിചാരിച്ചൊന്നും നടന്നില്ലെങ്കിലും ഇനി എന്ത് കേസ് വന്നാലും റൈഡ് പോരണം എന്ന് പറഞ്ഞ് പോകുന്നു. മഴ ചെയ്തില്ല, ഓക്കെ, അത് വിഷയമുള്ള കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പരിപാടി പിടിക്കണം. ഞങ്ങൾ അവിടെ പോയി രാവിലെ തന്നെ ഞെട്ടറ പോയി. ഞങ്ങൾ വിചാരിച്ച പ്ലാനിങ് ഒന്നുമില്ല അവിടെ. മീൻസ് മഴയല്ല, മഴ പെയ്ത അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതില്ല, ഓക്കെ, ഞങ്ങൾ അടുത്ത പരിപാടി പിടിച്ചു. ഇവിടെ വന്ന് ഞങ്ങൾ ഉണ്ണിയപ്പം വാങ്ങി വെച്ച്, വൈകുന്നേരം ചിലപ്പോൾ കിട്ടൂരാൻ തോന്നിയിട്ട് ഉണ്ണിയപ്പം വാങ്ങി വെച്ച് ഞങ്ങൾ കുട്ട കടന്ന് ഇരുപ്പ് വാട്ടർഫോളിൽ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ റിട്ടേൺ വന്നത് ആ ഉണ്ണിയപ്പം കഴിച്ച്. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ വെള്ളമല്ല, കയറിയിട്ട് കാര്യമല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെയും കയറിയില്ല. 250 കിലോമീറ്റർ ഓടി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക, എല്ലാവരുമായിട്ട് പരിചയപ്പെടുക. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. റൈഡ് പോവുക, പോയ സ്ഥലങ്ങൾ കാണുക എന്ന് പറഞ്ഞ പരിപാടി മാത്രമല്ല, നമുക്ക് ഇതന്നെയാണ്. കമ്പനി പഴയ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ ഇതൊരു വൺ ഡേ റൈഡാണ്. നമ്മൾ ഓവർ വലിയൊരു പ്ലാനിങ് ഒന്നും നടത്തിയില്ല. കുഴപ്പമില്ലാണ്ട് എല്ലാവരും ഹാപ്പിയാണ്. കുറച്ച് ചാമ്പ് കിട്ടിക്കണമെങ്കിലും ഹാപ്പിയാണ്. അത് റൈഡേഴ്സിനുള്ളൊരു പ്രത്യേകതയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നത് എവിടുന്ന് കിട്ടില്ല. നമുക്ക് കിട്ടിയ വെച്ച് നമ്മൾ സെറ്റാക്കും നമ്മളെ വൈബ്. അത് ട്രാവൽ ചെയ്യുന്നവർക്ക് നല്ലോണം ഫീൽ ചെയ്യും. നമ്മൾ വിചാരിച്ചായിരിക്കുമല്ലോ നടക്കുക. അപ്പോൾ ഉള്ളത് നമ്മൾ ഹാപ്പി ആയിട്ട് ആ ടൈം എൻജോയ് ചെയ്യാന്നുള്ള ഒറ്റ പ്രോസസ്സേ നമുക്കുള്ളൂ. അതാ ഇവരൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചായ കിട്ടിയില്ല, എല്ലാവർക്കും ഉണ്ണിയപ്പം കിട്ടി, പക്ഷെ ചായ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതാ ഹാപ്പി അല്ലേ? കണ്ടോ, 1-2 സ്ഥലത്ത് നിന്ന് ചാമ്പ് കിട്ടിയിരുന്നു, ഒരു ഹാപ്പിയാണ്. അതാ ഞാൻ പറഞ്ഞത് റൈഡേഴ്സിന്റെ പ്രത്യേകത. ട്രാവൽ ചെയ്യുന്നവർക്കുള്ള ഒരു പ്രത്യേകതയാണ്. നമ്മളത് മുന്നിൽ കാണും. വേറെ
കണക്ട് ചെയ്ത് പോവാം. വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാരും ഇൻസ്റ്റൈഡ് ഇവിടെ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഇൻസ്റ്റ അങ്ങോട്ട് കൊണ്ട് നടത്തി. അപ്പൊ റീച്ചില്ലാത്തൊന്നും ചെയ്യാനില്ല. അപ്പൊ ഇങ്ങനെ കണ്ട് എത്രത്തോളം പരിചയപ്പെടാനാണെന്ന് അറിയില്ല. അപ്പൊ ഇൻസ്റ്റ വഴി ആകുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് ഫോട്ടോ കണ്ട് മനസ്സിലാവും. ആ അത്രയും അപ്പം തന്നെ അത് ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഇൻസ്റ്റൈഡ് ലിങ്ക് ആക്കി കിട്ടാതി. അപ്പൊ വേഗം അതേ ദിവസം പോലോ കഴിച്ചിട്ട് വിടാണ്ട്. ഞാനിപ്പോ ഇവിടുന്ന് പാലും കണക്ട് പിന്നെ സ്റ്റോറി ഇടുമ്പോ എല്ലാരും പേജ് മെൻഷൻ ചെയ്യാം. പേരിടുമ്പോ കൊളാബ് ചെയ്യാം. ഞാൻ നല്ല ലിങ്ക് ഇട്ടിരുന്നു. ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് എത്തി. നമുക്ക് പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ കുറേ ടീം അങ്ങോട്ട് പോകാനുള്ളതും അവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ടീമും പല വഴിക്കുള്ള ആൾക്കാരായതുകൊണ്ട് അവർ അവരുടെ സൗകര്യം പോലെ പോയി നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് കാലിക്കറ്റിലേക്കുള്ള ടീംസാണ് ഇവിടെ ഉള്ളത്. ആൾക്കാർ മൊത്തം ബാക്കിലുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയാണ്. നമ്മളെ വൈത്തിരി ഭാരതിൻ്റെ പമ്പിൽ ചായ കുടിക്കാൻ നിർത്തിയാണ്. അപ്പം ഇവിടുന്ന് ഒരു ചായ കുടിച്ച് എല്ലാവരും പോവുകയാണ്. അത് അവിടെ നമ്മൾ സ്ഥിരം സ്പോട്ടുണ്ട്, ടീ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് നമ്മൾ തിരിക്കുകയാണ്. എന്നപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.